ഹലോ, നമസ്കാരം. ഇത് നമ്മളുടെ ചില വീടുകളിൽ ഒരു പമ്പ് ഉണ്ടാവും, 2 വീടുണ്ടാവും, അല്ലെങ്കിൽ 2 നിലയിലായിരിക്കും 2 ടാങ്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു നിലയിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ, അല്ലെങ്കിൽ താഴത്തെ നിലയിൽ വെച്ചിരിക്കുന്ന ടാങ്കിൽ വെള്ളം അടിക്കും, അതേപോലെ തന്നെ മുകളിലത്തെയും അടിക്കേണ്ടതായിട്ട് വരും. സാധാരണ മുകളിലത്തെ നിലയിൽ ആദ്യം അടിച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത ടാങ്കിലേക്ക്, താഴത്തുള്ള ടാങ്കിലേക്ക് നമ്മൾ വാൽവ് തുറന്നു കൊടുത്ത് അടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ തുടരേണ്ടതായിട്ട് വരും. ഒരു പമ്പിലുള്ളത് കാരണം അത് ഒരു കിണറായിരിക്കും. അപ്പോൾ കിണറ്റിൽ നിന്ന് അടിച്ച് വരുമ്പോൾ 2 ഇതിലേക്ക് വാൽവ് മാറ്റിയിട്ട് തന്നെ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു സെക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും കൂടി ഇങ്ങനെ വാൽവ് മാറ്റിയിട്ട് തിരിച്ച് അടിക്കേണ്ടി വരും. ചിലപ്പോൾ അവരുടെ അടുത്തുള്ളത് 2 വീടുകളായിരിക്കും. ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു വീട് മെയിൻ വീടും അതിൻ്റെ അടുത്തായിട്ട് വേറെ വാടക വീടോ അല്ലെങ്കിൽ സബ്ബായിട്ട് പുതിയ വെച്ച വീടോ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതിലും വരുമ്പോൾ ആദ്യത്തെ വീട്ടിൽ അടിച്ചതിന് ശേഷം അത് ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത വീട്ടിലേക്ക് അടിക്കും. ഇതിനെ നമ്മളിത് വളരെ നിസ്സാരമായിട്ട് നമുക്കിത് പരിഹരിക്കാൻ പറ്റും. അതായത് ചെറിയൊരു പ്ലംബിംഗ് വ്യത്യാസം വരുത്തിയാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഉയരത്തിലിരിക്കുന്ന ഏത് ടാങ്കാണോ അതിൽ ആദ്യം അടിക്കുകയും അതിനുശേഷം നമുക്ക് ഗ്രാവിറ്റിയിൽ അടുത്ത ടാങ്കിലേക്ക് നിറയ്ക്കുകയും ചെയ്യാം. അത് എത്ര ടാങ്ക് ഉണ്ടെങ്കിലും നമുക്കത് നിറച്ചെടുക്കാം. 1, 2, 3 എത്ര വേണമെങ്കിലും നിറച്ചെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചെറിയൊരു പ്ലംബിംഗ് രീതി മാറ്റത്തിൻ്റെയാണ് ഇന്നത്തെ വീഡിയോ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് സാധാരണ നമ്മൾ പമ്പ് ചെയ്യുന്നത്. അതായത് മോട്ടറിൽ നിന്ന് V1 എന്നുള്ള വാൽവ് തുറന്നിട്ട് A ടാങ്കിലേക്ക് നിറയ്ക്കും. എന്നിട്ട് അത് ക്ലോസ് ചെയ്തതിന് ശേഷം V2 എന്നുള്ള വാൽവ് തുറക്കും. എന്നിട്ട് ബിയിലേക്ക് അടിച്ച് നിറയ്ക്കുകയും ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് വേറൊരു ചെറിയൊരു മാറ്റം ഇതിൻ്റെ അകത്ത് വരുത്തിയാൽ നമുക്ക് A ടാങ്കിലേക്ക്, അതായത് ഉയരത്തിലുള്ള ടാങ്കിലേക്ക് അടിച്ചതിന് ശേഷം നമുക്ക് B ടാങ്കിലേക്ക് നമുക്ക് നിറയ്ക്കാനും പറ്റും. ഈ ചിത്രത്തിൽ നമ്മൾ പ്ലംബിംഗ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മോട്ടറിൽ നിന്ന് M എന്നുള്ള മോട്ടറിൽ നിന്ന് അടിച്ച് നേരെ A ടാങ്കിലേക്ക് നിറച്ചതിന് ശേഷം അവിടെ നിന്ന് ഔട്ട് വരുന്ന ലൈനിലേക്ക് B ടാങ്കിലേക്ക് ലൂപ്പ് ചെയ്തേക്കുന്നതാണ്. ലൂപ്പ് ചെയ്തിട്ട് B ടാങ്കിൽ തന്നെ ഒരു ബോൾ വാൽവ് ഇട്ട് അത് ക്ലോസ് ചെയ്തേക്കണേ. അപ്പോൾ ഓവർഫ്ലോ ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. അങ്ങനെ ചെയ്താൽ A ടാങ്കിലുള്ള വെള്ളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് തന്നെ നേരെ B ടാങ്കിലേക്ക് താനേ നിറഞ്ഞോളും. അതാണ് B ടാങ്കിൽ നമ്മൾ ഓവർഫ്ലോ വരില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോൾ വാൽവ് B ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ടാങ്കാണെങ്കിലും ഏറ്റവും ഉയരത്തിലുള്ള ടാങ്കിൽ അടിച്ച് നിറയ്ക്കുക. എന്നിട്ട് അതിന് ശേഷമുള്ള താഴേക്ക് വരുന്ന ടാങ്കുകളിലേക്ക് ഗ്രാവിറ്റി അനുസരിച്ച് നമുക്ക് നിറച്ചെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ബോൾ വാൽവ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഡ്രോയിങ്ങിലും കൂടെയും അതിൻ്റെ വിശദീകരണത്തിലൂടെയും അതിൻ്റെ എങ്ങനെയാണ് അത് നമുക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഉയരമുള്ള ടാങ്കിലേക്ക് നമ്മൾ നിറയ്ക്കുക. അതിനുശേഷം താഴെ വരുന്ന ടാങ്കിലേക്ക് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് നമുക്ക് നിറച്ചെടുക്കാൻ പറ്റും. അവിടെ ഓവർഫ്ലോ വരരുത്. ഓവർഫ്ലോ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബോൾ വാൽവ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബോൾ വാൽവ് വെച്ചിട്ട് സെറ്റ് ചെയ്താൽ ഓവർഫ്ലോ ഉണ്ടാവില്ല. എല്ലാ ടാങ്കുകളും അടുത്ത സ്ഥലത്തെ ആണെങ്കിലും നമുക്ക് നിറച്ചെടുക്കാൻ പറ്റും. ഏറ്റവും മുകളിലുള്ള ടാങ്ക് ഇത്തിരി കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ കുറച്ചധികം വീടുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അത് നമ്മൾ എത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈനിലെ വലിയ ലൈനിൽ കൊടുക്കണം. അതായത് 2 ഇഞ്ചോ 3 ഇഞ്ചോ ലൈൻ എടുത്ത് കൊടുത്തിട്ട് ഓരോ വീട്ടിലേക്ക് നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ടുള്ള സപ്ലൈ കൊടുത്തിട്ട് ബോൾ വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോ ഉയരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ വെള്ളം അടിച്ച് കയറ്റിയതിന് ശേഷം താഴത്ത എല്ലാ വീടുകളിലേക്കോ നമുക്കിത് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കത് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള ടെക്നിക്കുകളും അതിൻ്റെ മെത്തേഡ്സുകളും ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ദയവേത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുകയും ചെയ്യുക. നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത് സതീശൻ സുകുമാരൻ. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.